നിങ്ങളൊരു AI കോഴ്സ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾ ഓൾറെഡി AI കോഴ്സിനെ പറ്റി കാണുന്നുണ്ടാവും. ബട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കോഴ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് തിങ്, ജസ്റ്റ് ChatGPTയുടെ ഒരു പ്രോംപ്റ്റ് എടുത്ത് അത് എവിടെയോ കൊടുത്ത് ഒരു ഏജന്റ് ഉണ്ടാക്കുന്ന ഒരു കോഴ്സ് അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമല്ല. വൈ? ബിക്കോസ് നമുക്കൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള AI ഏജന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഈ ChatGPTയിലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള AI ഏജന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോസിബിൾ അല്ല. സെക്കൻഡ്ലി, നിങ്ങൾക്ക് കോഡിങ്ങിന്റെ ഒരു ലോജിക്ക് നിങ്ങൾക്ക് അറിയണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ യൂട്യൂബ് വീഡിയോ എല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫാൻസി ആയി തോന്നും. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഓരോ സാധനങ്ങൾ ഇടുന്നു, കണക്ട് ചെയ്യുന്നു, എല്ലാം കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളത്. ബട്ട് ഇതിൻ്റെ അകത്തൊക്കെ ഓരോ സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ആ ഓരോ സെറ്റപ്പിന്റെ ഓപ്ഷൻസ് നമ്മൾ ചെയ്യുന്നതിനും ഓരോ പർപ്പസ് ആണ്. ഈവൻ നമ്മൾ അതിൻ്റെ അകത്തൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നത് പോലും പ്രോപ്പർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച സാധനമായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഫുൾ AI ഏജന്റ് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രീലാൻസ് ചെയ്യാനോ ഒരു ജോബ് നോക്കുമ്പോൾ അത് ഹെൽപ്ഫുൾ ആകും. പല മെത്തേഡ്സിൽ നിങ്ങൾക്ക് ഒരു AI കോഴ്സ് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ AI ഏജന്റ് ബിൽഡ് ചെയ്യുന്ന പഠിക്കാൻ പറ്റും. യൂട്യൂബ് നോക്കി പഠിക്കാം, ChatGPT വെച്ച് പഠിക്കാം, ChatGPTയുടെ സപ്പോർട്ട് കൂടി പഠിക്കാം. ഇതെല്ലാം പോസിബിൾ ആണ്. പക്ഷേ ഇത് എത്ര ഡെപ്തിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. ചുമ്മാ ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു നോളേജ് നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ നിങ്ങൾ എപ്പോഴും ഒരു AI ഏജന്റ് കോഴ്സ് നിങ്ങൾ പ്രിഫർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കോഡിങ്ങിന്റെ കുറച്ച് എലമെന്റ്സ് എങ്കിലും പഠിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കണം. ഓൾസോ നിങ്ങൾ ഈ പറഞ്ഞ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു AI ഏജന്റ് ബിൽഡ് ചെയ്ത് റൺ ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കണം. നമ്മൾ ജസ്റ്റ് എപ്പോഴും ബിൽഡ് ചെയ്യാൻ മാത്രമായിരിക്കും പഠിക്കുന്നത്, റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പല സിനാരിയോയിൽ അത് ബിൽഡ് ചെയ്ത് അത് റൺ ചെയ്ത് റിസൾട്ട് കിട്ടുന്ന ഒരു കോഴ്സ് ആയിരിക്കണം നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. സോ എൻ്റെ അടുത്ത് കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, AI കോഴ്സ് നോക്കുന്ന ടൈമിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്. വേറെ പല സ്ഥലത്തും ഈ പറഞ്ഞ ചെറിയ ചെറിയ എമൗണ്ടിലുള്ള കോഴ്സസും കുറേ വലിയ ഡ്യൂറേഷനിലെ കോഴ്സസും കോഡിംഗ് ഇല്ലാത്ത കോഴ്സസും കോഡിംഗ് ഉള്ള കോഴ്സസും എല്ലാം പറഞ്ഞ് പല പല ഫോമാറ്റിൽ കേൾക്കുന്നുണ്ട്. ഇതിൽ എന്താണ് പ്രിഫർ ചെയ്യേണ്ടതെന്നുള്ളത്. ആക്ച്വലി നോ കോഡ് AI കോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞാലും, ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നോ കോഡ് AI കോഴ്സാണ്. നമ്മൾ അതിൻ്റെ അകത്ത് കോഡിംഗ് കവർ ചെയ്യുന്നില്ലെങ്കിലും കോഡിങ്ങിന്റെ ആവശ്യം എവിടേക്കാണ് വരുന്നത്, നിങ്ങൾക്ക് എവിടേക്കായിരിക്കും കോഡിങ്ങിന്റെ നീഡ് വരുന്നത്, കോഡിംഗ് അറിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്, കോഡിംഗ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വരെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ വേണം. സോ കോഡിംഗ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, സ്റ്റിൽ ഇറ്റ് ഹാസ് ലിമിറ്റേഷൻസ്. ബട്ട് കോഡിംഗ് ഇല്ലാതെ ചെയ്യുന്ന കാര്യത്തിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്രീലാൻസിങ് കരിയർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് എ തിങ് അബൌട്ട് നോ കോഡ് AI കോഴ്സ്. ഇപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ യു ക്യാൻ കമന്റ് ഇൻ ദിസ് വീഡിയോ. ഐ വിൽ ഷെയർ മോർ ഡീറ്റെയിൽസ്.